ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ചുരിദാറിൻ്റെ കട്ടിങ് തന്നെയാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നെക്കിനെ കുറിച്ചാണ്. നെക്ക് തയ്ക്കുമ്പോൾ മലർന്നു പോകുന്നതും വൈഡായി പോകുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, ഒരു ചാർട്ട് പേപ്പറായിരുന്നു. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ചാർട്ട് പേപ്പറാണ് സൈസ് ചാർട്ട് അനുസരിച്ചിട്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ, ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ ബാക്കിലേക്ക് 3 ഇഞ്ച് ഡെപ്തും ഫ്രണ്ടിലേക്ക് ഒരു 5-5.5 ഇഞ്ച് ഡെപ്തുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ 3 ഇഞ്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഷോൾഡറിൽ നിന്ന് അത് ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് ഞാനത് ഫുൾ ഷോൾഡറും പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ഫുൾ ഷോൾഡർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡറിന് സ്ലോപ്പുണ്ട്. അതായത് ആ ചെരിവുണ്ടല്ലോ, ആ ചെരിവിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്ലോപ്പ് വരുന്നത് ഏകദേശം 1 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അതായത് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച്, പിന്നെ ഷോൾഡറിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് സ്ലോപ്പ്. അപ്പോൾ ഇത് സ്ലോപ്പിനനുസരിച്ച് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഈ 1/2 ഇഞ്ച് എന്നുള്ളത് മാർക്ക് ചെയ്തെടുത്തു. അതിന് ശേഷം താഴേക്കൊരു 1 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഈ ടോട്ടൽ 3 ലൈൻസ് വരണം. അതായത് ഷോൾഡറിന് തയ്യൽ തുമ്പ്, 1 ഇഞ്ച് സ്ലോപ്പിൻ്റെ ലൈന്, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു മാർജിനും കൂടെ വരണം. അപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനായിട്ട് തോന്നും, പക്ഷെ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഫോൾഡ് ചെയ്തെടുത്തുനിന്ന് 1/2 ഇഞ്ച് താഴേക്ക് ആദ്യത്തെ ലൈന്, പിന്നെ 1/2 ഇഞ്ച് താഴെ, പിന്നെ 1/2 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 1.5 ഇഞ്ചിൻ്റെ ഒരു ലൈൻസ് ഇങ്ങനെ മൊത്തത്തിൽ വരണം. അപ്പോൾ നെക്ക് അധികം ഡെപ്തിലേക്കും കൊണ്ടുപോയിട്ടില്ല, വൈഡ് ആക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ നമ്മുടെ ഷോൾഡറിൽ ഫുള്ള് ഉണ്ടാവും. അപ്പോൾ ആ ഷോൾഡറിനനുസരിച്ചുള്ള ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലോപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കൊടുക്കുന്നത്. 14.5 ഇഞ്ചാണ് ബോഡി എന്നുള്ള മെഷർമെൻറ്റ്. അപ്പോൾ അതിൻ്റെ പകുതി 7.25 ഇഞ്ച് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണോ വേണ്ട? എന്താണ് കാര്യം? 3 ഇഞ്ചോളം കഴുത്തിൻ്റെ ഡെപ്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൽ തന്നെയുള്ള 7.25 ഇഞ്ചിൽ ഒരു 6.25 ഒരു പോയിൻ്റൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഔട്ട്കം കിട്ടിയാൽ മതി. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കഴുത്തിൻ്റെ അകലം, വൈഡ്. അപ്പോൾ അത് ഞാനിവിടെ ഷോൾഡർ /5 എന്നുള്ള കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് ഏകദേശം 3 ഇഞ്ച് റെഡി ആയിട്ട് കിട്ടേണ്ടത് 3 ഇഞ്ച് കഴുത്തകലം, അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 ഇഞ്ചിലെ നമ്മൾ ആദ്യത്തെ ആ ഫസ്റ്റ് ലൈൻ വരച്ച ഗ്യാപ്പില്ലേ, അവിടെ വേണം നമ്മൾ ശരിക്കും പ്ലേസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഷോൾഡറിലേക്ക് അതിനെ ആ ചെരിവിനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ താഴത്തെ കഴുത്തകലത്തിൻ്റെ താഴെവശവും ഷോൾഡറിൻ്റെ താഴെവശവുമായിട്ട് ആദ്യം ഒരു ലൈൻ വരച്ച് കൊടുക്കണം. ഇവിടെ ആയിരിക്കും നമ്മൾ തയ്യൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ 1/2 ഇഞ്ചും ഇപ്പുറത്തെ 1/2 ഇഞ്ചും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആയിരിക്കണം കട്ടിങ് വരുന്നത്. അപ്പം നമ്മളിതുപോലെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചാണ് ആം ഹോളിൻ്റെ ലെങ്തായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 സൈഡിൽ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റായിട്ട് ലൈൻ വരച്ചെടുക്കുക. അപ്പോൾ 7 ഇഞ്ച് പിടിച്ചിട്ട് ഞാനിവിടെ 7.25 ഇഞ്ചിലാണോ ആ പോയിൻ്റ് വന്നേക്കുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കഴുത്ത് ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരുന്നത്, ബാക്കിലേക്ക് കയറി പോകുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലും വരുന്നത് ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ആം ഹോൾ അധികം ടൈറ്റ് ആവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. ആവശ്യത്തിനൊരു ലൂസ്, ഏകദേശം 1 ഇഞ്ചോളമൊക്കെ ലൂസ് മതി ആം ഹോളിന്. അതനുസരിച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാർക്ക് ചെയ്ത ശേഷം സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ആം ഹോളുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈനാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചുരിദാറിൻ്റെ കേസിൽ ചെസ്റ്റ് ലൈനിലാണ് നമ്മൾ ബസ്റ്റിൻ്റെ
മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് കിട്ടുന്ന മെഷർമെൻറ്റ്, അതിൽ ലൈനിങ് ഉള്ള ടോപ്പാണെങ്കിൽ കിട്ടുന്ന മെഷർമെൻറ്റിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അത് മാർക്ക് ചെയ്യുക. ലൈനിങ് ഇല്ലാത്ത കേസാണെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 4 കൊണ്ട് ഹരിച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആവശ്യമായിട്ടുള്ള ലൂസ് ഉൾപ്പെടെയുള്ള മാർക്കിങ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു മാർക്കിങ് കൊടുത്ത ശേഷം ചെസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ബസ്റ്റിൻ്റെ അളവും ആം ഹോളിൻ്റെ സെൻറ്ററും തമ്മിൽ ഇതേപോലെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് കർവായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ വരച്ചെടുത്തത് ബാക്ക് നെക്കിൻ്റെ ആം ഹോൾ റൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് ആവശ്യമായിട്ടുള്ള ആം ഹോൾ റൗണ്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ ചെക്ക് ചെയ്യാം. താഴെ നിന്ന് മുകളിലേക്ക് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഷോൾഡറിൽ നിന്ന് ആം ഹോളിൻ്റെ അങ്ങോട്ടേക്ക് ചെക്ക് ചെയ്യാം. റൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൂസ് ഉൾപ്പെടെ ഉള്ളത് കിട്ടിയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ആം ഹോളിന് ഒരു ലൈനിങ് ഉള്ള ചുരിദാറാണെങ്കിൽ എക്സ്ട്രാ 1 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. അതായത് 17 ഇഞ്ച് ആം ഹോൾ റൗണ്ടുള്ള ആൾക്ക് ലൂസ് ഉൾപ്പെടെ 18 ഇഞ്ച് കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ചെസ്റ്റ് ലൈനിലാണ് നമ്മൾ ബസ്റ്റിൻ്റെ മാർക്കിങ് കൊടുക്കുക എന്നുള്ളത്. ചില ഷേപ്പിൽ, അതായത് ചില ബോഡി മെഷർമെൻറ്റിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ബ്ലൗസിൻ്റെ ഒക്കെ കട്ടിങ് ചെയ്യുന്ന പോലെ അപ്പർ ചെസ്റ്റ്, ബസ്റ്റ് അങ്ങനെ മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനൊരു സൈസ് ചെയ്യുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഓരോ ബോഡി ഓരോ ടൈപ്പല്ലേ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കട്ടിങ് ആയിരിക്കുമല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷേപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 13.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഏറ്റവും താഴത്തെ ആ മാർക്കിംഗ് ഇല്ലേ, അവിടുന്ന് വേണം ഷേപ്പിൻ്റെ ലെങ്തും ഇനി അങ്ങോട്ടുള്ള താഴേക്കുള്ള ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ 13.5 ഞാൻ 2 സൈഡിലും മാർക്ക് ചെയ്തിട്ട് ലൈൻസ് സെറ്റ് ചെയ്യും, എന്നുവെച്ചാൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് എടുക്കും. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കഴുത്ത് ഇറങ്ങാനും പുറകോട്ട് ഇറങ്ങാനും ഫ്രണ്ടിലേക്ക് ഇറങ്ങാനും ആം ഹോൾ ഒരു കാരണമാണ്. ആം ഹോൾ ലൂസാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഫീമെയിൽ ബോഡിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ബസ്റ്റ് ഏരിയയുടെ കേർവ്, ഈ കേർവിനനുസരിച്ച് ഈ ക്ലോത്ത് ഫ്രണ്ടിലേക്ക് വരും. അതുകൊണ്ട് എന്ത് പറ്റും, പുറകിൽ നിന്നുള്ള മെറ്റീരിയലും കൂടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് കഴുത്ത് നിൽക്കത്തില്ല, കഴുത്ത് താഴേക്ക് വരും. ഇനി ആം ഹോൾ ടൈറ്റ് ആണെങ്കിലോ ചെസ്റ്റ് ടൈറ്റ് ആവും. അപ്പോൾ അതിനനുസരിച്ച് മെറ്റീരിയൽ എന്താ പറയുക, അത് ബാക്കിലേക്ക് പോകും. ആം ഹോൾ ടൈറ്റായി കഴിയുമ്പോഴത്തേന് പുറകോട്ടിറങ്ങാനാണ് ചാൻസ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ലൂസ് കൊടുത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നമില്ല. എന്നും പറഞ്ഞ് എന്താ പറയുക, ഒരുപാട് ടൈറ്റാക്കി ഫിറ്റായി നിന്നാലേ അങ്ങനെയില്ല. ഒരു കംഫർട്ടായിട്ട് നിൽക്കാനുള്ളൊരു ലൂസ് നമ്മൾ കൊടുക്കണം. ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത ഷേപ്പിൻ്റെ വണ്ണമാണ്. അപ്പോൾ നമുക്കറിയാം വേസ്റ്റിൻ്റെ അടുത്ത വണ്ണം എടുത്തിട്ട് 4ആയിട്ട് ഹരിക്കുക. അപ്പോൾ ലൈനിങ് ഉള്ളതാണെങ്കിൽ 2 ഇഞ്ച് കൂട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൂട്ടുക. 4ആയിട്ട് ഹരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ലെങ്ത് എവിടെയാണോ വേണ്ടിയത് അതും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് സ്ലിറ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലിറ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലൈനിങ് ഉള്ളതാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. ആം ഹോളിൻ്റെ കാര്യം പറഞ്ഞ പോലെ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. അല്ല കസ്റ്റമറിന് കുറച്ചുകൂടെ ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് 2 ഇഞ്ച് വരെ കൊടുക്കാം. അല്ലാത്തത് എപ്പോഴും ഒരു കംഫർട്ടായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1 ഇഞ്ച്, അതാകുമ്പോൾ ഒരുപാട് ഇറുകയും പോകത്തില്ല, ഒരുപാട് ഇങ്ങനെ ലൂസായും കിടക്കത്തില്ല. എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കിടക്കും. ചിലർക്ക് നല്ല ഫിറ്റിങ്ങിൽ വേണം, അങ്ങനെയുള്ളവർക്ക് നിങ്ങളത് കുറച്ചും കൊടുക്കാം. ചിലർക്ക് നല്ല ലൂസായിട്ട് കിടക്കും. ആ കസ്റ്റമറിന് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം. ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഷേപ്പ് അനുസരിച്ച് ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കുക. നെക്കിൻ്റെ കേസിൽ പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ഈ കഴുത്തിൻ്റെ അകലം കൊടുത്തല്ലോ, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കഴുത്തിൻ്റെ അകലം ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഷോൾഡർ ഡിവൈഡ് ബൈ 5 എന്നുള്ള കാൽക്കുലേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. ചിലരുടെ കേസിൽ ഇതെല്ലാം ബോഡി സ്ട്രക്ചർ അനുസരിച്ച് വേരിയേഷൻ വരാം. ഇങ്ങനെ ചെയ്താലേ അങ്ങനെ കിട്ടുമോ, അങ്ങനെ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ചിലർക്ക് കഴുത്തിൻ്റെ വണ്ണം കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ കഴിയുന്നതും ഒരു നോർമൽ കാൽക്കുലേഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ആളിൻ്റെ ബോഡി കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, ആൾക്ക് ഇത്ര കൊടുത്താൽ പോരാ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ മെഷർമെൻറ്റും കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ കസ്റ്റമർ പറയുകയാണെങ്കിൽ ഇതിനകത്തെ പോലെ 5.5 ഇഞ്ച് ലെങ്ത് മതി ഫ്രണ്ടിൽ, ബാക്കിൽ 3 ഇഞ്ച് ലെങ്ത് മതി, പക്ഷേ എനിക്ക് വൈഡായിട്ടുള്ളൊരു നെക്ക് വേണം എന്ന് പറയാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡർ കുറയ്ക്കുകയോ കൂട്ടുകയോ എന്തെങ്കിലും ചെയ്യണോ?
വേണ്ട, അതുപോലെ തന്നെ കൊടുത്താൽ മതി. കാര്യം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ നെക്കിൻ്റെ ഡെപ്തിലാണ് ഓൾമോസ്റ്റ് എല്ലാം കഴുത്തിറങ്ങി പോകുക എന്നുള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറയുന്ന ഡെപ്തിലാണ്. കഴുത്തിൻ്റെ ഇറക്കം കൂടുമ്പോഴാണ് ഈ ഷോൾഡർ ഫോൾ ആവുന്ന പ്രശ്നമൊക്കെ വരാറ്. നമ്മൾ യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ടവരാണെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട്. ഒത്തിരിയും പേര് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. ആക്ച്വലി എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ എല്ലാം കൂടെ ഓടി എത്താനൊരു പാട്. കുട്ടിയുടെ കാര്യം, വീട്ടിലെ കാര്യം, തയ്യൽ, അപ്പോൾ എല്ലാം കൂടെ നമുക്ക് റൗണ്ട് ചെയ്ത് വരാൻ. ഈവൻ ദോ ഞാൻ സ്റ്റിച്ചിങ് എൻ്റെ സമയത്ത് കൊടുക്കാൻ വളരെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ഒപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും ചെയ്യാൻ ഒരാഗ്രഹമൊക്കെ തോന്നാറ്. അപ്പോൾ ഈ കാണുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെക്കുമെങ്കിലും ഇതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു സാവകാശം കിട്ടാറില്ല. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്ന താഴേക്ക് സ്ലിറ്റിൻ്റെ ലെങ്താണ്. അപ്പോൾ ഇത് ഒരു സ്ട്രെയിറ്റ് കുർത്തി ആയതുകൊണ്ട് തന്നെ അതേ മെഷർമെൻറ്റ് താഴേക്ക് നീട്ടി മാർക്ക് ചെയ്യുവാണ്. നമുക്ക് 1 ഇഞ്ച് മതി സ്ലിറ്റിന് തയ്യൽ തുമ്പായിട്ട്. 1.5, 2 കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ തുണി ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചുളുക്കം പോലെയൊക്കെ നമ്മളിടുമ്പോൾ കാണും. അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി 1 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. പണ്ടത്തെ ടൈപ്പ് ഉണ്ടല്ലോ ചുരിദാറുകൾ, കുറച്ച് താഴേക്ക് വരുമ്പോൾ വീതി കൂടി വരുന്ന പോലത്തെ. ചിലർക്ക് പഴയ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ താഴേക്ക് സ്ലിറ്റ് നീട്ടി വരയ്ക്കുമ്പോൾ അതൊരു ചെറിയ ചെരിവിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പൊതുവേ പറയാറുണ്ട് ഫ്രണ്ട് ആം ഹോളിൻ്റെ കുഴിച്ച് വെട്ടുന്ന പോർഷൻ. ഇത് ഒത്തിരിയും പേർക്ക് പല രീതിയിലുള്ള ഡൗട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എക്രോസ് ഫ്രണ്ട് എന്നുള്ളൊരു മെഷർമെൻറ്റ് നമുക്ക് വേണം. അതെങ്ങനെ എടുക്കുന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ബോഡി മെഷർമെൻറ്റ് എടുക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആം ഹോളിൻ്റെ പകുതി, ആം ഹോളിൻ്റെ ലെങ്ത് ഇല്ലേ നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ, അപ്പോൾ പകുതിക്ക് ആം ഹോളിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡ് വരേക്കുള്ള ഒരു ഗ്യാപ്പുണ്ട്. ഇപ്പോൾ ഷോൾഡർ ടു ഷോൾഡർ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമുക്ക് മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ ഷോൾഡർ ടു ഷോൾഡർ ഒരു 14 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആം ഹോളിൻ്റെ എക്രോസ് ഫ്രണ്ട് എടുക്കുമ്പോൾ അതൊരു 13 ഇഞ്ചാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്യുമ്പോഴത്തേന് 13 ഇഞ്ച് വേണം കൊടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എക്രോസ് ഫ്രണ്ടിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുക. അതായത് ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് ഫ്രണ്ടിലത്തെ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് മറ്റേ ആം ഹോൾ വരേക്കുള്ള ഒരു ലെങ്ത് കിട്ടും. നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ മെഷർമെൻറ്റ് എടുക്കുന്ന പോലെ നമുക്കൊരു മെഷർമെൻറ്റ് കിട്ടും. അതാദ്യം എടുത്ത് വെക്കുക. അത് എത്രയാണോ അതായിരിക്കണം നമ്മൾ ഈ പറയുന്ന ഷോൾഡറിൻ്റെ എത്ര കുഴിച്ച് വെട്ടണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഈ അളവാണ്. നമുക്ക് ഊഹത്തിന് 1/2 ഇഞ്ച് അല്ലെ 1 ഇഞ്ച് എന്ന് പറയുന്ന കൊടുക്കുന്നതിനേക്കാളും ഈ കറക്റ്റ് മെഷർമെൻറ്റ് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 7.5 അല്ലേ ഞാൻ ഇത് മാർക്കിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നേ. അപ്പോൾ അതിനേക്കാളും ഏകദേശം ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിലാണ് ഞാനിത് ഉള്ളിലേക്ക് കുഴിച്ചെടുക്കുന്നത്. ചിലർക്ക് 1 ഇഞ്ച് വരെ പോകും, ചിലർക്ക് സെയിം ആയിരിക്കും മെഷർമെൻറ്റ്. അതൊക്കെ ഡിപ്പെൻസാണ്. അപ്പോൾ നമ്മളത് നോക്കുക. അപ്പോൾ അതനുസരിച്ച് ഫ്രണ്ടിലേക്ക് ചരിച്ച് ആം ഹോളിനെ കറക്റ്റ് ചെയ്ത് ആ സ്കെയിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ വരച്ച മെത്തേഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വെച്ച് ഇനി കട്ട് ചെയ്യുമ്പോഴത്തേന് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിൽ വരാൻ ചാൻസുള്ള ചുളുക്കമൊക്കെ മാറിക്കിട്ടും. ചിലപ്പോഴൊക്കെ നമ്മൾ അതെടുക്കാൻ മറക്കും. അപ്പോൾ ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഹോൾ റെഡിയായി കിട്ടും. ഇപ്പോൾ ചുരിദാറിന് ഇത്രയും ഇതാക്കിയില്ലെങ്കിലും ബ്ലൗസിൽ ചെയ്യുമ്പോൾ നമ്മളത് നന്നായിട്ട് നോക്കി ചെയ്യുവാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയില്ല അല്ലെങ്കിൽ ശരിക്കും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തു തരാം. പിന്നെ ഞാൻ ചെയ്യുന്ന ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഫോൾഡ് ചെയ്തെടുത്തു. ആദ്യം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തു.
ഇനി നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്രണ്ട് നെക്കിനേക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻവാസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു 1/2 ഇഞ്ച് മാർക്കിങ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ വീഡിയോ ഇവിടം വരെ എത്തിക്കാണുന്നവർക്കൊരു ബോണസാണ്. എന്നുവെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലായിരുന്നു ഒരു 5.5 ഇഞ്ച് ഡെപ്താണ് ഞാൻ കൊടുക്കുന്നതെന്ന്. ആക്ച്വലി ഇപ്പം ഞാൻ ഒരു 7 ഇഞ്ച് ഡെപ്തിൽ വീനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ വീനൊക്കെ 7 ഇഞ്ച് ഡെപ്തിൽ കൊടുത്താൽ പോലും നമുക്ക് ടെൻഷൻ അടിക്കണ്ട. കാര്യം നമ്മൾ ബാക്കിൽ 3 ഇഞ്ച് ഡെപ്തല്ലേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഷോൾഡറിന് ചേഞ്ച് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ റിസൾട്ട് എന്താണെന്നൊക്കെ ഉള്ളത് പുറകെ വീഡിയോ കാണിക്കാം. അപ്പോൾ 7 ഇഞ്ച് ഡെപ്ത്ത് ആദ്യം മാർക്ക് ചെയ്ത ശേഷം അതിനാവശ്യമായിട്ടുള്ളൊരു തയ്യൽ തുമ്പും കൂടെ ഇവിടെ 7-7.5 കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതുമൊക്കെ എടുത്ത് മാർക്ക് ചെയ്യാം. പിന്നെ ക്യാൻവാസിൽ തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് വേറെ തന്നെയാണ്. എത്രയൊക്കെയാണ് നമ്മൾ ബയാസ് കട്ട് ചെയ്ത് വെച്ചാലും അല്ലാതെ നമുക്ക് ഒരു എന്താ പറയുക ലൈനിങ്ങിൽ അടിച്ച് തിരിച്ചെന്ന് പറഞ്ഞാലും ക്യാൻവാസിൽ നെക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഭംഗി അത് സ്പെഷ്യലാണ്. പിന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ള കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ വി ലൈൻ യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടതാ ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ സ്ട്രെയിറ്റ് വി ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു ബെൻഡ് പോലെ വേണേലും കൊടുക്കാം. അതൊക്കെ തന്നെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. ഇനി വൈഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ എന്താ ചെറുതായിട്ടൊന്നൊരു ബെൻഡ് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് വി അല്ല, ഒരു ചെറിയ കർവ് വി പോലെ ഞാൻ കൊടുക്കുവാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ നടുവശത്തു നിന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഷേപ്പ് അനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. നമ്മൾ എന്നിട്ട് 1 ഇഞ്ച് അളവിൽ എക്സ്ട്രാ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തില്ല, അത് വേണം ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഉള്ളിൽ നിന്നുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ആ ബ്രിഡ്ജ് പോലത്തെ പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അകത്തു നിന്നുള്ള ആ ഫാബ്രിക്കിനെ മാത്രം, ഫാബ്രിക്കല്ല ക്യാൻവാസ്, അത് മാത്രം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നമ്മൾ നമ്മുടെ പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതൊരു ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് എവിടെയോ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇതിങ്ങനെ ഇരിക്കുവാണ്, കീറിയിരിക്കുവാണ്. എനിക്ക് എന്താ സംഭവിച്ചൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കീറിയിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കഴുത്തിൻ്റെ അകലമൊക്കെ കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളത്. പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് അയൺ ചെയ്തെടുത്തത്. ക്യാൻവാസ് അയൺ ചെയ്യുമ്പോഴത്തേന് ശ്രദ്ധിക്കണം, ഇട്ട് ഉരയ്ക്കരുത് കേട്ടോ. ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന പോലെ ഉരയ്ക്കരുത്. ആ ഹീറ്റ് ഒരിടത്ത് ഇങ്ങനെ കൊടുക്കുക, പയ്യെ എടുക്കുക, പിന്നെ അടുത്തടുത്തേക്ക് കൊടുക്കുക, എടുക്കുക, അങ്ങനെ വേണം കേട്ടോ. പ്രസ് ചെയ്യുക, എടുക്കുക, പ്രസ് ചെയ്യുക, അങ്ങനെ. ബാക്ക് പീസ് ഞാനൊരു ക്രോസ് പീസ് യൂസ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ടാറ്റാ.